ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നിലവിൽ 2 വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാഗമണ്ണിലെ. ഇത് ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പം മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയും കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നുണ്ട് ബൈക്കിൽ, അതിൻ്റെ ഒക്കെ വീഡിയോസ് വരും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മറക്കാതെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം വീഡിയോ നമുക്ക് കാണാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റൂമിൻ്റെ ഉള്ളിലെ വ്യൂ ആണിത്. നിലവിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ടുള്ള വ്യൂ കിട്ടും. പിന്നെ ഇതൊക്കെ തന്നെയാണ് റൂം. ഇനി നേരെ നാട്ടിലോട്ടാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. കാഴ്ചകൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് എന്നല്ല പറയുന്നത്, എന്നാലും കുറച്ച് കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നേരെ നാട്ടിലോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല വീഡിയോസും നല്ല കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ഒരു ഹിമാലയൻ ട്രിപ്പ് ഉണ്ട് ലഡാക്ക് വരെ, അതൊക്കെ കാണാം. നല്ല കാഴ്ചകൾ കാണാം. എന്തായാലും മറക്കാതെ എന്നെ ഫോളോ ചെയ്യണം. ഓക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഐഡിയും ഉണ്ട്, ടേസ്റ്റി ട്രാവലിംഗ് തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ. ഈ വാഗമണ്ണിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നത് തന്നെ ഒരു സുഖമുള്ളൊരു ഏർപ്പാടാണ്. നല്ല അടിപൊളി സീനറിയാണ്, നല്ല കാഴ്ചയാണ്. അപ്പോൾ നമ്മളിനി വേറെ എവിടെയും നിർത്തുന്നില്ല. നേരെ ഇനി പോകുന്നത് ഷൊർണൂരാണ്, പട്ടാമ്പി ഷൊർണൂർ. അപ്പോൾ ഷൊർണൂർ നമുക്ക് നല്ല ഒരു ഫ്രണ്ട് ഉണ്ട്, യൂട്യൂബർ തന്നെയാണ്, കുഞ്ഞാപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിയെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് ഷൊർണൂർ ടു പട്ടാമ്പി. ഓക്കെ. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഷൊർണൂർ ചെറുതുരുത്തി എത്തി. രാത്രി ഒരേ ഡ്രൈവായിരുന്നു. അപ്പോൾ നിലവിൽ ഏകദേശം 11 മണിയായി. അപ്പോൾ ചെറുതുരുത്തി ഇന്ന് നമ്മളിവിടെ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ രാവിലെ കുഞ്ഞാപ്പൂനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വാഗമൺ നേരെ ഇപ്പോൾ ഷൊർണൂർ വന്ന് ഇപ്പോൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഷൊർണൂർ ചെറുതുരുത്തി അല്ലേ, ചെറുതുരുത്തി വന്നിട്ട് ഇപ്പോൾ റൂം എടുത്ത് നല്ല ടയർഡാണ്. അതുകൊണ്ട് ഇപ്പോൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിലാണ് ഉള്ളത്. അപ്പം റൂമിന് 1000 അല്ലേ? പേരെന്താ? ജാബിർ അല്ലേ? ഇവിടെ തന്നെ സ്ഥലം. ഓക്കെ. അപ്പോൾ ജാബിർ റൂമിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. നല്ല ടയർഡാണ്, കിടന്നുറങ്ങിയിട്ട് രാവിലത്തെ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ റൂം, സിംഗിൾ റൂമാണ്. പിന്നെ എ സി ഉണ്ട്, പക്ഷേ ഇപ്പോൾ തണുപ്പ് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വിത്തൗട്ട് AC എടുത്തിട്ടുള്ളത്. പിന്നെ ടിവിയും കാര്യങ്ങളും സൗകര്യവും ഉണ്ട് ഇവിടെ. പിന്നെ പെയിൻറ്റിങ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു കബോർഡ് ഉണ്ട്, പിന്നെ മിററുണ്ട്, പിന്നെ ബാത്റൂം അത്യാവശ്യം തരക്കടില്ലാത്ത ബാത്റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഷൊർണൂരാണ്. ഷൊർണൂര് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു യൂട്യൂബറാണ്. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ പോകുന്ന ആളുടെ പേരാണ് കുഞ്ഞാപ്പുഷൊർണൂർ. നല്ല അടിപൊളി വീഡിയോസാണ് കുഞ്ഞാപ്പൂൻ്റെ, നല്ല ഫാമിലി വീഡിയോസാണ്. അത് ഫാമിലി ആയിട്ടാണ് അവർ ചെയ്യുന്ന വീഡിയോസ്, ഭാര്യയും ഭർത്താവും മോനുമായിട്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഉണ്ട് അവരെ, ഒരു നാച്ചുറൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ കുഞ്ഞാപ്പൂവിനെ പോയാൽ കാണാം, വിശേഷങ്ങൾ അറിയാം. പോവല്ലേ? ഓക്കെ. എന്നാൽ
അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ ഷൊർണൂരിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നേരെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞിരുന്നില്ല കുഞ്ഞാപ്പൂൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പൂനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ നമുക്ക് കുഞ്ഞാപ്പൂനെ കാണാം, കുഞ്ഞാപ്പൂൻ്റെ വിശേഷങ്ങളും അറിയാം. മിക്ക ആളുകൾക്കും അറിയാവുന്ന ആൾ തന്നെയാണ് കുഞ്ഞാപ്പു. പിന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതലും ഫാമിലി ആയിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. കുഞ്ഞാപ്പൂൻ്റെ വൈഫും പിന്നെ കുട്ടിയും ഇതാണ് കൂടുതലായിട്ടും അങ്ങനെ ചെയ്യുന്നത് അല്ലേ. നല്ല അടിപൊളി വീഡിയോസാണ്, സൂപ്പർ. കാരണം എനിക്കും മുമ്പേ ഒരാൾ സജസ്റ്റ് ചെയ്തെന്ന ലിങ്ക് അയച്ചു തന്നിട്ട് ഞാൻ കാണാൻ തുടങ്ങിയാണ്. നല്ല അടിപൊളി വീഡിയോ ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും പിന്നെയും കാണുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമുക്ക് കുഞ്ഞാപ്പൂൻ്റെ വിശേഷങ്ങൾ അറിയാം. എങ്ങനെയാണ്? എന്താണ് അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണം. നമ്മുടെ വിശേഷങ്ങൾ ശരിക്ക് പിന്നെ വ്ളോഗ് തന്നെയാണോ ഇതിന്റെ മെയിൻ ജോലി? ടൈൽസിന്റെ പണിയാണ്. പിന്നെ കൂട്ടത്തില് ഒരു കടയും കൊണ്ട്. ഓക്കെ. അപ്പോ നമ്മളൊരു കൂട്ടുകാരൻ കൂടിയുള്ള കടയാണ്. അപ്പോ പണിയില്ലാത്ത ദിവസങ്ങൾ ഇവിടെ വരും. അങ്ങനെയാണ്. ഇന്ന് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല? വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം നേരെ വീഡിയോ എടുക്കാൻ പോവാന്. അപ്പോൾ വീഡിയോ ഉണ്ടോന്ന് സംശയമാണല്ലേ, എടുത്തതിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു വർക്കിന്റെ കൂടെ തന്നെ വ്ളോഗിങ് കൂടി കൊണ്ടുപോവാണ്. പിന്നെ അപ്പോൾ കുഞ്ഞാപ്പൂനെ നമ്മൾ കണ്ട്, ഞാൻ മുന്നേ ഗൾഫിലിരിക്കുന്ന സമയത്താണ് കുഞ്ഞാപ്പൂനെ പിന്നെ കോണ്ടാക്ട് ചെയ്തത്. നാട്ടിൽ വന്ന് കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കോള് വിളിച്ചതും പുള്ളി കാണാമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു തന്ന് ഞാൻ നേരിട്ട് വന്ന് കണ്ട്. പിന്നെ നമ്മളെ ഇടയിലുള്ള ഒരാൾ തന്നെ, അതായത് നമ്മളെങ്ങനെയാണ് അതുപോലെ തന്നെ ഒരാളാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാപ്പൂനെ നിർത്തിയിട്ട് പറയണമല്ല, പച്ച മനുഷ്യൻ എന്ന് പറയാം, അങ്ങനത്തെ ആളാണ്. നമുക്കെല്ലാവർക്കും കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ, കാരണം കുറച്ച് എന്നെ അറിയുന്നവർ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കുഞ്ഞാപ്പൂൻ്റെ വീഡിയോ. അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അറിയാൻ, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നല്ല ലെവലിൽ ഇനി ഒരുപാട് വീഡിയോസ് വരും. അതുപോലെ കുഞ്ഞാപ്പൂവിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കാണുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിസാർക്കാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തായാലും. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിലും പറയാം, സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എന്തായാലും കാണാൻ മറക്കരുത്. നമുക്ക് ഇനി നേരെ പട്ടാമ്പിക്കാണ് പോണത്. പട്ടാമ്പിയിൽ എൻ്റെ കുടുംബം വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. അതുപോലെ ബാക്കിലോട്ട് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അട്ടപ്പാടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ അട്ടപ്പാടിയിലെ വീഡിയോസും വാഗമണിലെ വീഡിയോസൊക്കെ, അപ്പോൾ അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു കാഴ്ചയുമായിട്ട് ഇനി നമ്മൾ എന്തായാലും പിന്നെയും കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ. അങ്ങനെ നമ്മൾ പട്ടാമ്പി എത്തി. നിലവിൽ നമ്മളെ അനിയൻ കൂടെ ഉണ്ട്. അപ്പോൾ നേരെ പട്ടാമ്പിയിൽ വീട്ടിൽ വന്ന്, അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ, പിന്നെ നേരെ ടൗണിൽ പോയിട്ട് കുറച്ച് ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രോ. പരിചയപ്പെട്ടോ? പേര് പറയാം. അർഷാദ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ? പ്ലസ് ടു കഴിഞ്ഞു അല്ലേ? അർഷാദ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നിലവിൽ ഒന്നും ചെയ്യണില്ല അല്ലേ? ഒന്നും ചെയ്യണില്ല. അപ്പം ഭാവി പരിപാടി പുറത്തോട്ട് പോകാനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ പട്ടാമ്പി ടൗണിലെത്തി. പട്ടാമ്പിയിലെ കാഴ്ചകളും കുറച്ച് കാണാം. അപ്പോൾ നമ്മളിന്നൊരു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ പെങ്ങളുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നിലവിൽ കേക്ക്. പട്ടാമ്പിയിലെ വെസ്റ്റേണിൻ്റെ ഷോപ്പാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ കേക്കാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ബട്ടർ സ്കോച്ച് അല്ലേ? എത്ര, 1 കിലോ അല്ലേ? 1 കിലോ. 850 അല്ലേ? 850 പറഞ്ഞ് നമ്മൾ 800 റുപ്യക്ക് ഒരു 50 റുപ്യ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട്.
പട്ടാമ്പിയിൽ വെള്ളിയാങ്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാർക്കാണിത്. നിലവിൽ ആ പാർക്കിലാണ് ഭാരതപ്പുഴയോട് ചേർന്നിട്ട് തന്നെ ഉള്ളൊരു പാർക്കാണ്. ഭാരതപ്പുഴ നേരെ നമ്മൾ ബാക്കിൽ ഭാരതപ്പുഴ കാണാം. അപ്പം ഇവിടെ ഇതുപോലെ ചെറിയൊരു പാർക്കാണ്, എന്നാലും നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഇവിടെ ഒട്ടകത്തിൻ്റെ സവാരി ഉണ്ട്. അതുപോലെ പിന്നെ കുറേ വീഡിയോഗ്രാഫിങ്, അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഫാമിലി ഒക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളെ ബ്രോ നമ്മളെ കൂടെ ഉണ്ട്. ബ്രോ ഒക്കെ നാണം എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ നമുക്ക് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി നോക്കാം അല്ലേ? ഇതാണ് ഒട്ടകം. അടിക്കണ. ഇതെത്ര ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ എത്ര? 100. എന്നാ കയറിയാലോ? ആളുണ്ടോ? ബുക്കിംഗ് ഉണ്ടോ? അപ്പോൾ വെള്ളിയാങ്കല്ല് പിന്നെ ഈ പുള്ളിയാണ് ഒട്ടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നത്? 100 രൂപ. വലിയവർക്ക് 100 രൂപ, കുട്ടികൾക്ക് പിള്ളേർക്ക് 50 രൂപ. അതായത് ഏകദേശം എത്ര മീറ്റർ ആണ് ഇത് കൊണ്ടുപോകുന്നത്? 400 മീറ്റർ സഞ്ചരിക്കാൻ വലിയ ആളുകൾക്ക് 100 രൂപയും ചെറിയ കുട്ടികൾക്ക് 50 രൂപയാണ് ഫീസ്. പിന്നെ ഇവിടെ ഈ ഒട്ടകം മാത്രമല്ല സവാരി? 2 ഒട്ടകമുണ്ട്, 4 കുതിരയുണ്ട്. അപ്പം അതിപ്പോ സർവീസ് ചെയ്യുന്നുണ്ട്. തൃത്താല വരെ ഓഫീസും കാര്യങ്ങളുണ്ട്. അക്കാദമിയുടെ പേരെന്താണ്? സ്പാർക്കോ എന്നാണ് അല്ലെ ഇതിന്റെ അക്കാദമി. സ്പാർക്കോ റൈഡേഴ്സ് എന്നാണ് ഇവരുടെ പേര്. ഇവർ തൃത്താലയാണ് ഇതിന്റെ പിന്നെ ഇവരുടെ ഓഫീസ് അല്ലെ. ഓഫീസ് ഇപ്പം നിലവിൽ ഇവിടെ നിലവിലിപ്പം ഈ ഒട്ടകം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 4 കുതിരയും വേറെ 2 ഒട്ടകങ്ങളും ഷൂട്ടിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ എന്തായാലും ഒട്ടക റൈഡ് നിങ്ങൾ നടത്തണം. ഉമർ അബ്ദുള്ള. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടക റൈഡ് നടത്തിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒട്ടകത്തുമ്മ കയറാൻ പോവാണ്. പോയിട്ട് റൈഡ് ചെയ്ത് വരാം. അപ്പോൾ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള യാത്രയാണ് നിലവിൽ. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മളെ ഇതിൻ്റെ ട്രെയിനർ ആൻഡ് സ്മാഷ് നമ്മളെ മുമ്പിലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ്. ഇതല്ല, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഈ ഒരു ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഇനി നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ നല്ല നല്ല വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അടിപൊളി ഓൾ ഇന്ത്യ ട്രിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോസ് വരും. മറക്കാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പം ബൈ ബൈ.